ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന മുമ്പിൽ ഇവർക്ക് മുട്ടുമടക്കാതെ മറ്റൊരു നിർവാഹമില്ലായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ ഇവരെ പീഡിപ്പിക്കാൻ അടിച്ചമർത്താനൊക്കെ പല തവണ ഇവർ നോക്കി. ഡൽഹി പോലീസ് മാത്രമല്ല, അതിർത്തിയിലുള്ള സേനയെ പോലും കൊണ്ട് വിളിച്ചു. ടിയർ ഗ്യാസ്, പെല്ലറ്റ്, അങ്ങനെ ഏതെല്ലാം രൂപത്തിലാണ് ഇവര് ഈ പറഞ്ഞ സമരത്തെ അടിച്ചമർത്താൻ നൂറുകണക്കിന് പിള്ളേരെ അടിച്ച് തകർത്തു. പക്ഷെ എന്നിട്ടും മിനിറ്റുകൾക്കുള്ളിൽ അവർ തിരിച്ചിവിടെ വന്നിരുന്നു. ഇപ്പോഴും കാലൊടിഞ്ഞ, കൈയൊടിഞ്ഞ, ശരീരം മുഴുവൻ പരിക്കലോടുള്ള പിള്ളേർ ഇവിടെ ഇരിക്കുകയാണ്. അതാണ് നിഷേധാജ്ഞ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് മോഡി ഗവൺമെന്റിന്റെ അവസാനം ഈ ജന്തർ മന്ദിറിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഏത് ജനകീയ സമരത്തെയും കിരാത നിയമം കൊണ്ട്, തീഹാർ ജയിൽ കൊണ്ട്, UAPA കൊണ്ട് ഇല്ലാതാക്കാമെന്നുള്ള ഒരു ധാർഷ്ട്യം ഇവർക്കുണ്ടായിരുന്നു. ആ ധാർഷ്ട്യത്തെയാണ് ഈ പിള്ളേര് തകർത്തെറിഞ്ഞിരിക്കുന്നത്.